നാവെടുത്താൽ കളവ് പറയുവാൻ പറ്റൂല. നിന്റെ മുന്നിലേക്ക് പ്രവാചകന്മാര് വന്നില്ലേ, പ്രഭാഷകന്മാര് വന്നില്ലേ, പ്രബോധകന്മാര് വന്നില്ലേ, ഖുർആനും ഹദീസുകളും നീ കേട്ടവനല്ലേ, പഠിച്ചവനല്ലേ, എന്തുകൊണ്ട് നീ മാറി ചിന്തിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ബലാ ഖദ് ജാഅനാ നദീർ. വന്നു താക്കീതുകാർ വന്നു, ഖുർആൻ പഠിച്ചവരും പ്രസംഗിച്ചവരും ഒക്കെ വന്നു. ഞാനിതൊക്കെ കേട്ട് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവർ വെറുതെ ഒരു കളവായിരിക്കും പറയുന്നത് എന്ന് ഞാൻ കരുതിപ്പോയി. ഭയങ്കര കരുതലായി പോയത് ഇല്ലേ, ഖുർആൻ പറഞ്ഞ വാക്കായത്. അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മൊയ്ലാന്മാര് പ്രസംഗിച്ചെങ്കിലും ഞങ്ങൾ വിചാരിച്ച് ഇവന്മാരെ നമ്മളെ പേടിപ്പിച്ച് സ്വർണം പിരിക്കാൻ വേണ്ടിയുള്ള പണിയായിരിക്കും ഇയാൾ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ആണെന്നുള്ളത് അല്ലാഹ് ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് പറയും ഖുർആൻ, അന്ന് പറയും ഖുർആൻ, അത് ഖുർആന്റെ വാക്കാണ്. ഖുർആൻ ഓതിയിട്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് ആർക്കും അതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് സംഭവിക്കും, ഇത് യാഥാർത്ഥ്യമാണ്, ഇവിടേക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ പോകണം, നല്ല രീതിയിൽ പോകണം, സന്തോഷത്തോടെ പോകണം. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് പോകണം, നരകത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് പോകരുത്. ഇവിടെ നാട്ടുകാർ ആശുപത്രി കൊണ്ടുപോകാൻ വരും, ആംബുലൻസിൽ കൊണ്ടുപോകാൻ ആള് കാണും, മരിച്ചാൽ പൊതിയാൻ ആള് വരും, കുളിപ്പിക്കാൻ ആള് വരും, മയ്യത്ത് പൊതിയാൻ ആള് വരും, മൂക്കിൽ പഞ്ഞി വയ്ക്കാൻ വരും, അത്തറ് പുരട്ടിത്തരാൻ വരും, സന്തൂക്കിന്റെ കാല് പിടിക്കാൻ വരും, കബറ് കുഴിക്കാൻ വരും, കൂട്ടത്തിൽ കബറിനടുക്ക വട്ടത്തിൽ നിൽക്കാൻ വരും, മയ്യത്ത് ഇറക്കി പതുക്കെ വെക്കടാ, പതുക്കെ വെക്കടാ, പതുക്കെ 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 വെക്ക്, മുഖം അങ്ങോട്ട് തിരിച്ചുപോയി ഇങ്ങോട്ട് തിരിച്ചുപോയി, പതുക്കെ കട്ടിലിട്, പതുക്കെ മണ്ണിട്, ഇതൊക്കെ പറഞ്ഞ് എല്ലാം വെച്ച് മണ്ണിട്ട് മൂടി യാ അല്ലാഹ് സലാമേ പോട്ടെ അസ്സലാമു അലൈക്കും ദാറഖൗമി മുഅ്മിനീൻ, തീർന്നു. പിന്നെ അവന്റെ പരിസരത്ത് പോകാനല്ലോ. സ്നേഹമൊക്കെ തീർന്നു, ബഹുമാനമൊക്കെ തീർന്നു, ആദരവൊക്കെ തീർന്നു, എല്ലാം തീർന്നു. അവസാനിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവൻ മയ്യത്തുങ്കര പള്ളിയുടെ ഖബർസ്ഥാനിലായി. ആരെങ്കിലും അലിയ നിനക്ക് എങ്ങനെ ഉണ്ടെന്ന് പോയി ചോദിക്കാനെങ്കിലും ആ ഖബറിനരികിൽ പോയി നിൽക്കുമോ? ഇല്ല, തീർന്നു. നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ സുഹൃത്തെ. പിന്നെ അവൻ ഒറ്റയ്ക്ക് നേരിടണം, ഒറ്റയ്ക്ക് അവൻ നേരിടണം. അതുകൊണ്ടാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, വൈലുൽ അഹ്ലിൽ വൈലുൽ ഔലാദി, ചില ആളുകൾക്ക് നാശമാണ്, നഷ്ടമാണ്. വൈലുൽ അഹ്ലിൽ ഖുബൂർ, ചില ഖബറാളികൾക്ക് നാശമാണ്, നഷ്ടമാണ്. എങ്ങനത്തെ ഖബറാളികളാണ്? തെറ്റുകളുമായി ഖബറിലേക്ക് വരരുതേ, ഖബറിലേക്ക് വരരുതേ. അവര് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട് എല്ലാവരും ആ ഖബറിന്റെ അരികിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ രണ്ട് പാമ്പ് രണ്ട് ഭാഗത്ത് വന്ന് നിൽക്കുമത്രേ. ആ രണ്ട് പാമ്പും രണ്ട് ഭാഗത്ത് നിന്ന് അവനെ കൊത്തിക്കൊണ്ട് വരികയാണ്. അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അവരെത്തുമ്പോ അവൻ ആ ഖബറിൽ കിടന്നു പറയുകയാണ്, ഒന്ന് മടക്കണേ അല്ലാഹ്, ഒന്ന് മടക്കണേ അല്ലാഹ്. കൽബിലാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. എത്രയോ വാള് കേട്ടതാ, എത്രയോ പ്രസംഗം കേട്ടതാ, എത്രയോ ഖുതുബ കേട്ടതാ, എത്രയോ നസീഹത്തുകൾ കേട്ടതാ. ഇതെല്ലാം കൽബിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് അതൊന്നും സ്വീകരിക്കാതെ അവൻ വെറുതെ മരണപ്പെട്ടു പോയില്ലേ. ആ പാമ്പ് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് പത്തി പുലർത്തി കൊത്തിയിറക്കുമ്പോ അവൻ സ്വമേധയാ ആ ഖബറിൽ കിടന്ന് വിളിക്കുകയാണ്, പടച്ചവനെ ഒന്ന് മടക്കണേ, എന്റെ നാട്ടിലേക്ക് ഒന്ന് മടക്കണേ അല്ലാഹ്. ആ ഖബറിന്റെ വിളി കേൾക്കാൻ ഒരാളും ഉണ്ടാകില്ല ചെറുപ്പക്കാരാ. ഉടനെ ആ ഖബറിന്റെ അരികിൽ നിന്ന് രണ്ട് മലക്ക് നിന്നോട് വിളിച്ചു പറയുകയാണ്, യാ ശബാബ്, ഏ ചെറുപ്പക്കാരാ, ഖദ് ഉമ്മിറത മാ കുന്ത മുഅമ്മറാ. 50 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 30 വയസ്സ് വരെ, 60 വയസ്സ് വരെ
70 വയസ്സ് വരെ അള്ളാഹു നിനക്ക് ആയുസ് നൽകിയില്ലേ? ആ സമയത്ത് നീ കുടിച്ചു കൂത്താടി നടന്നവനല്ലേ? ഇത് തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ, ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ നിനക്കുള്ള ശിക്ഷ ഇത് തന്നെയാ. ഇവിടെ നിന്ന് നീ ഈ ദുനിയാവ് കാണില്ല കേട്ടോ. പറഞ്ഞത് കൊണ്ടൊന്നും വിടൂലെന്നർത്ഥം. നമ്മളെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയാലേ അവൻ കടന്ന് നിലവിളിച്ചാ പോലും വിടുവോ അബീവേ? പോലീസുകാരൻ വിടുവോ? അതെ തെളിവല്ലേ? അവൻ വിളിക്കെന്നെ വിടണം. അവന്റെ വീട്ടിൽ മക്കളെ ഉള്ള ഭാര്യയുള്ള ആരും ഒന്നും ഞാൻ ചെയ്യില്ല. ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ മുന്നിൽ സുജൂദ് വീണാലും അവന്മാർ വിടുവോ? ഇതൊരു റിമാൻഡാണ് ഖബറിന്റെ ഉള്ളില്. ഇതൊരു റിമാൻഡാണ്. ഇവന്റെ കണ്ണ് തുറപ്പിക്കും, നിന്റെ നാവ് കൊണ്ടും പറയും. അന്നേരം അവൻ പറയും, എന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി വിടുന്നു, ഒന്നുകൂടെ ഒന്ന് മടക്കി വിടുന്നു, പ്ലീസ് പ്ലീസ്. ഇല്ലപ്പാ, തീർന്നു. അതിനുള്ള സമയം എവിടെ തരുന്ന അല്ലാഹു തആല? മരിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ തൗബ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അവൻ രക്ഷപ്പെട്ടവനായി. കേവലം ഒരു ചെറിയ സുഖത്തിനല്ലേ എന്റെ പൊന്നു ചെറുപ്പക്കാരാ നീ എന്ന് മദ്യപിച്ച് ലെക്ക് വിട്ടുപോകുന്നത്? ദുനിയാവും പോയി, നിനക്ക് ആഖിറവും പോയില്ലേ? ഖസറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ദുനിയാവും നിനക്ക് പോയി ചെറുപ്പക്കാരാ, ആഖിറവും നിനക്ക് പോയി ചെറുപ്പക്കാരാ. കേവലം നീ മദ്യപിക്കുമ്പോ, നീ ലഹരി ഉപയോഗിക്കുമ്പോ നിന്റെ അഖില് തന്നെ മാറുകയാണ്, തകരുകയാണ്. നിനക്ക് പിന്നെ ആര് വേറെ ഓതിയിട്ടും കാര്യമില്ല. മലക്കുകളെ നിന്നെ കടാക്ഷിക്കുകയില്ല, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് എത്തുകയില്ല, അല്ലാഹുവിന്റെ കാരുണ്യം നിന്നെ പൊതിയുകയില്ല. പിന്നെ നീ അനുഭവിക്കുന്നത് ശാപവും ശിക്ഷകളും മാത്രമാണ്. ഭൗതികമായ ലോകത്ത് മാത്രമല്ല, ആഖിറത്തിന്റെ ആത്മീകമായ ലോകത്ത് പോലും നീ അനുഭവിക്കുന്നത് വളരെ ദുഷ്കരമായ പ്രവൃത്തിയായിരിക്കും. ദുനിയാവിൽ തന്നെ ഒരു മദ്യപിച്ചു വന്നാൽ നമ്മൾ അവനെ പോഴ്ത്തുവോ? ഒരുത്ത വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ വന്നാല് അവനെ ദഫ് കൊട്ടി നമ്മൾ സ്വീകരിക്കുവോ? ദഫ് കൊട്ടി വെള്ളം അടിച്ചിട്ട് വരികയാണ്, നമ്മള് സ്വീകരിക്കുവോ അവനെ? ആരെങ്കിലും കണ്ട അവനൊരു നല്ല വാക്ക് പറയോ? പ്രാവുമാണ് രണ്ട് സൈഡും. നാട്ടാളിയാ അവൻ വരുന്നു, എന്റെ ഒടുക്കത്തുള്ള ഇവനെ ചാവോ ഇല്ല, ചാക്കാലയില്ലല്ലോ ഉറച്ച. എല്ലാരും പ്രാവാണ്, ശപിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ ശപിക്കുന്നു, വീട്ടുകാർ ശപിക്കുന്നു, സത്യവിശ്വാസികൾ ശപിക്കുന്നു. ശാപം ശാപം ശാപം. അങ്ങനെ അവന്റെ ജീവിതം മൊത്തം നശിച്ച് 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 ഈ ലോകത്ത് നിന്ന് മദ്യത്തിന് അടിമയായി അവൻ ചത്തുപോകുന്നു. മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ മേലൊരു കടപ്പാടുണ്ട് എന്ന് കരുതിയിട്ട് കുറെ ആളുകൾ പോയിട്ട് അവന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നു, പൊതിയുന്നു, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നിസ്കരിക്കാൻ ആളുകൾ തുച്ഛം, നിസ്കരിക്കാൻ ആളുകൾ തുച്ഛം. അല്ലെ അവർ ലഹരി അടിച്ചോ മരിച്ചെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം റോഡി വരുമോ? കൂലി കിട്ടും, വലിയ മയ്യത്ത്, അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ. വലിയൊരു ഷേഖാണ് മരിച്ചത്, അല്ലെങ്കിൽ ഒരു ഔലിയാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് കൂലി കിട്ടുമോ? എല്ലാവരും ഓടി വരുമോ നിസ്കരിക്കാൻ? ഓടി വരുമോ നിസ്കരിക്കാൻ? ബാറി കടന്ന് ചത്തവനാണ്, അല്ലെങ്കിൽ ഷാപ്പിൽ കടന്ന് ചത്തവനാണ്, അല്ലെങ്കിൽ അളിയാവ് ലഹരി അടിച്ച് ചത്തവനാന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വരുന്ന മുമ്പോലും എല്ലാം അങ്ങോട്ട് മാറും. പിന്നെ കുറെ തുച്ഛമായ ആളുകൾ മാത്രം നിസ്കരിക്കും, പോകും, തീർന്നു. വല്ല ഫായിദ ഉണ്ടോ അവന്? നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ചെറുപ്പക്കാരാ കേൾക്കണേ, യുവാക്കളെ, ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? ഖബറിനെ പേടിയുണ്ടോ? നിന്റെ മാതാപിതാക്കളോട് ബഹുമാനവും ആദരവുമുണ്ടോ? നിന്റെ ഭാര്യയോട് മര്യാദയും ആദരവുമുണ്ടോ? നിന്റെ ബീജത്തിൽ ജനിച്ചു വളരുന്ന നിന്റെ സന്താന പരമ്പരകൾ നിനക്കെതിരാകും കേട്ടോ. ഈ കുഞ്ഞുമക്കളെ അവരുടെ കുഞ്ഞിളം കൈകൾ ഉയർത്തിയിട്ട് അല്ലാ എന്റെ അത്താക്ക് പൊറുക്കണേ അല്ലാ, എന്റെ അത്താക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ ഫലാ യുസ്തജാബു ലഹു, അവന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ ഏറ്റവും വലിയ നികൃഷ്ടനും നീചനും ആരെന്ന് പറയട്ടെ? മദ്യപിച്ച് മരിക്കുന്നവരാണ് കേട്ടോ.
ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ആരെങ്കിലും ലഹരി ഉപയോഗിച്ച് മരിച്ചു പോയാൽ അവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അടക്കല്ലേ. ഇതൊരു പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പറയുന്നത് കേട്ടോ, ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ. മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. സലാത്തിയല്ല എന്താ ഒരു മടി, ഉറക്കം വരുന്നോ? ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ നബി ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? മദ്യപിച്ച് മരിച്ചുപോയവന്റെ മയ്യത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കല്ലേ എന്ന് പറഞ്ഞത് മദീനയുടെ പുങ്കവരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞേ. കാരണം അതിന്റെ ഗൗരവം അത്രയ്ക്കും വലുതാ. എന്താണ് അങ്ങനെ അടക്കിയാലുള്ള കുഴപ്പമെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഒരു മദ്യപാനിയുടെ ഒരു ലഹരി ഉപയോഗിച്ചവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്താൽ അവന്റെ ഖബറിന്റെ അടുത്തുള്ളവർക്ക് അതിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ അടുത്ത് ശിക്ഷ ഇറങ്ങും. എന്തേ സമയായ മഴ എന്നവന് ദ്വാരക്കാം. ഞാൻ വ്യാജിനി പോലീസുകാരെ വന്നിട്ട് നിർത്തുമായിരിക്കും. പോലീസുകാരൊന്ന് വാള് കേട്ടിട്ട് പോരും. നാളെ റാഹത്തായിട്ട് നന്നായി വേണ്ടു. ഹിദായത്ത് കിട്ടിയ രക്ഷപ്പെട്ടില്ലേ? നമ്മുടെ നാട്ടിലെ മഴ കർണാടകയിലാണെങ്കിൽ 10 മണി വരെ ഉള്ളൂ. അവിടെ പൂട്ടിക്കളയും. എന്നാലും അവിടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പ്രശ്നമില്ല, ആർക്കെങ്കിലും പരാതിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ ലാസ്റ്റ് ദിവസമല്ലേ ഇരിക്കുക, നമ്മൾ തുടങ്ങിയത് കുറച്ച് താമസിച്ചല്ലേ, എന്നാലും 1.5 മണിക്കൂറായില്ലയോ? പെണ്ണുങ്ങൾ അവിടെ ഭയങ്കര കല്യാണ വീട്ടിൽ വന്നിട്ട് വർത്താനം പറയുന്നല്ലോ, ആര് മരിച്ചാലും ആര് വെള്ളം അടിച്ചാലും ആര് കുഴി കിടന്നാൽ അത്ത മരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് അറിയാം. അവിടെ മോളെ ഒരുക്കിക്കൊണ്ടു പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അല്ലേ? അക്ക പോണ്ടായോ? പോണ്ടായോ? മയ്യത്തുങ്കര പള്ളിയിൽ പോണ്ടായോ? മയ്യത്തുങ്കര പള്ളിയിൽ പോയി കിടക്കണം ഒറ്റയ്ക്ക് ഖബറിനകത്ത്. അവിടെ വരും. അല്ലാഹു അക്ബർ. ആ ഖബറിനകത്ത് കിടക്കുന്നവർക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഖബറിന്റെ ഭീകരമായ മുഖത്തെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കണം. അതറിയാത്തതുകൊണ്ടാണ്, അത് പഠിക്കണം. നമുക്കിതിനെ കുറിച്ചൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. സത്യത്തിൽ ഒരു വിശ്വാസം, ചുമ്മാ മരിച്ചാൽ കൊണ്ട് അടയ്ക്കടേ, എല്ലാം തീർന്നതേ. നമ്മളിവിടെ ഇരുന്ന് 2 പഴവും തിന്നൊരു ജ്യൂസ് പഠിച്ച അത്താടെ കാര്യം ഓക്കെ എന്നാ. അത്ത അവിടെ നല്ല ജ്യൂസ് കുടിച്ചുകൊണ്ട് നടക്കുക, നമ്മളിവിടെ നല്ല ജ്യൂസ് അടിക്കുന്നുണ്ട്. അല്ലാഹുവേ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മദ്യപിച്ചു വരുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത അക്കാടെ ശിക്ഷയെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. കേട്ടോ, ബാക്കി അവിടെ ഇരിക്കട്ടെ. മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് വരുന്ന നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ അത്താക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്താൽ നിങ്ങളുടെ ശിക്ഷ എന്നറിയോക്കാ? കേട്ടോ, നല്ലപോലെ കേട്ടോ, നല്ലപോലെ കേട്ടോ. എന്റെ പൊന്നു സഹോദരിമാരെ, ഏതെങ്കിലും ഒരു പെണ്ണ് മദ്യപിച്ച് ലെക്കുകെട്ട് വരുന്ന തന്റെ ഭർത്താവിനാകട്ടെ, മക്കൾക്കാകട്ടെ, തന്റെ വാപ്പാക്കാകട്ടെ, ആങ്ങളമാർക്കാകട്ടെ, ഭക്ഷണത്തിന്റെ ഒരു പൊടിയങ്ങാനും നിങ്ങളുടെ കൈ കൊണ്ടവർക്ക് വിളമ്പിക്കൊടുത്താൽ സല്ലല്ലാഹു അലാ ജസദിഹാ ഹയ്യതൻ വഅഖറബാ, ആ ഒരു മഹാഭാവിക്ക് നിന്റെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തതിന്റെ പേരിൽ അവളുടെ ഖബറിലേക്ക് അല്ലാഹു പാമ്പുകളെയും തേളുകളെയും അയക്കുകയാണ് കേട്ടോ. സല്ലല്ലാഹു അലാ ഖബ്രിഹാ സല്ലല്ലാഹു അലാ ജസദിഹാ ഹയ്യതൻ വഅഖറബാ, പാമ്പിനെയും തേളും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വല്ല പെണ്ണുങ്ങൾ വല്ലതും തെറ്റ് ചെയ്തിട്ടാണോ? തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണ്ടേ? തന്റെ ഭർത്താവിന് ചാപ്പാട് കൊടുക്കേണ്ട ബാധ്യത പെണ്ണിന്റെ ബാധ്യതയല്ലേ? ഭാര്യയുടെ ബാധ്യതയല്ലേ? തന്റെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട ബാധ്യത തന്റെ ഉമ്മയുടെ ബാധ്യതയല്ലേ?
തന്റെ സഹോദരന് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത സഹോദരിയുടെ ബാധ്യതയല്ലേ? പക്ഷെ എന്താണ്, ഇവൻ ഈ കോലത്തിൽ വന്നാൽ അവന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അതിന്റെ ശിക്ഷ ഇവർക്കാണെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൊടുക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൊടുക്കാതെ വന്ന ഒറ്റപ്പെടുത്തുന്ന അർത്ഥം. എന്തിനാ നീ എന്നെ ഒറ്റപ്പെടുന്നത്? ഈ സ്വഭാവത്തിൽ നിന്ന് മാറിവ, ഈ സ്വഭാവത്തിൽ നിന്ന് മാറിവ. അതിനു വേണ്ടി നമ്മൾ ഒറ്റപ്പെടുത്തണം. മഹൽ ഒറ്റപ്പെടുത്തണം, നാട്ടുകാരെ ഒറ്റപ്പെടുത്തണം, വീട്ടുകാരെ ഒറ്റപ്പെടുത്തണം, സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തണം. ആരും കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്. മദ്യപിച്ച് വരുന്നവരോട് സലാം പറയല്ലേ. വലാ തുസല്ലു അലാ ജനായിസിഹിം, അവൻ മരിച്ചു പോയാൽ അവന്റെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കല്ലേ. വൽ മരിളാ ഫലാ തഊദു, അവൻ ഇനി രോഗിയായാൽ രോഗ സന്ദർശനം നിങ്ങൾ നടത്തരുതേ. കമാ ഖാല റസൂലുള്ളാഹി. എന്തൊരു ത്യാഗവാ. എന്തേ കാരണം? മരിച്ചാല് മയ്യത്തുസ്കരിക്കരുത്, കണ്ടാ സലാം പറയരുത്, രോഗിയായ സന്ദർശിക്കരുത്, ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കരുത്. എന്താണ് കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഫഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുദ്ലിഅൻ അലാ മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രി. മദ്യപാനി നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്നത് ഭീകര രൂപത്തിലാണ്, വിരൂപിയുടെ കോലത്തിലാണ്. പേപ്പട്ടിയുടെ നാവ് ഇറങ്ങിക്കിടക്കുകയും ആ നാവിടിന്റെ സൈഡിലൂടെ ഇളയിട്ട് വരുന്നത് പോലെ ഈ മദ്യപാനിയുടെ നാവ് നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുകയും അവന്റെ രണ്ട് സൈഡിലൂടെ ഇളയിറ്റിറ്റ് വീണുകൊണ്ടാണ് നാളെ നരകത്തിലേക്ക് കടന്നു പോവുക. ഇത് കാണുമ്പോ കുല്ലു മൻ റആഹു യഹരിഫുഹു അന്നഹു ശാരിബു ഖംറിൻ. ആഖിറത്തിൽ വെച്ച് ഓരോ വ്യക്തികളും ഇത് കാണുമ്പോ പടച്ച റബ്ബേ, ഇത് മദ്യപിച്ചവനാണ്, ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചവനല്ലയോ എന്ന് തിരിച്ചറിയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. തിരിച്ചറിയുന്ന ആൾ ആഖിറത്തിൽ, ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും തിരിച്ചറിയും ഈ മദ്യപിച്ച് ഈ കോലത്തിൽ വരുന്നവൻ. അതുകൊണ്ട് ഈ മദ്യം, ഈ ലഹരി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് അവരെ അതിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ട് മക്കളെ നിങ്ങൾക്ക് വല്ല മിഠായി തന്നാൽ നിങ്ങളത് വാങ്ങാൻ പാടില്ല. ഈ മിഠായിയൊക്കെ വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മിഠായി തന്നെ പിന്നീട് വാങ്ങാനും അവർക്ക് തിന്നാനും തോന്നും, ഇഷ്ടം വരും, വീണ്ടും അത് തിന്നാൻ ഇഷ്ടം വരും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ വെച്ച് മിഠായി തന്നാൽ വാങ്ങരുത് കേട്ടോ. അത് തിന്നാൻ പാടില്ല. കാരണം അതിനകത്ത് ഏറ്റവും ഉണ്ടെങ്കിൽ നീ നാളെ അത് തന്നെ പോയി ചോദിക്കും, ചേട്ടാ ആ മിഠായി കൊണ്ടെന്ന് പറയും. കുട്ടികളെ പോലും, മദ്രസയിൽ പോലും. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ മദ്രസയിലെ കുട്ടികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഉസ്താദെ ഒന്ന് പ്രസംഗിക്കണമെന്ന്. എന്ത് പ്രസംഗിക്കാൻ? ഈ കഞ്ചാവ് അടിച്ചവനോട് എന്ത് വാന്ന് പറയാൻ? ഇപ്പൊ ഈ കഞ്ചാവ് അടിച്ചവന്മാരാരെങ്കിലും മകള് വെക്കാൻ വന്നിരിക്കുന്നുണ്ടോ? അവൻ നല്ല സ്ഥലത്ത് സിൽക്ക് സ്മിതായുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ആത്മാവുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ മക്കള് പഴിച്ചു പോയാലോ അക്കാ സംസാരവും തീർന്നില്ലയോ? അവിടെ മോൻ പഴിച്ചു പോയാൽ കുറ്റാർക്കെന്നറിയോ? അത്തായിക്കും അമ്മായിക്കുമാണ്. മോൻ പിഴച്ചുപോയി, മോള് പിഴച്ചുപോയി, കുറ്റം ആർക്കാണെന്നറിയോ? പള്ളിയിലെ ഖത്തീബിനും അബൂബക്കർ മുസ്ലിയാർക്കും മഹല്ലുകാർക്കൊന്നുമല്ല. നമ്മുടെ മോൻ പിഴച്ചാൽ ആ വാപ്പ ആ ഉമ്മയോടാണ് ചോദ്യം, ആ ഉമ്മയോടാണ് ചോദ്യം. അതാദ്യം ചിന്തിച്ചോ? നമ്മുടെ ബീജത്തിലുണ്ടായ സന്താനമാണ് നാളെ ആഖിറത്തിൽ നമ്മുടെ പേരിട്ടാണ് വിളിക്കപ്പെടുന്നത്. നമ്മുടെ കുട്ടി പിഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ആ വാപ്പയും ഉമ്മയും നിർവഹിച്ചേ മതിയാവൂ. അനങ്ങാൻ പറ്റൂല. വാപ്പായും ഉമ്മായും ഭയങ്കര നിസ്കാരവും തൗബാക്കുടത്തെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മക്കൾ മൊത്തം വെള്ളം അടിച്ചിട്ട് പിഴച്ചിങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഒരായത്ത് കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഏ സത്യവിശ്വാസികളെ, ഏ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ ശരീരം സൂക്ഷിക്കണേ, നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നാറാ, നരകത്തിൽ നിന്ന്. ആരോടായി ചോദ്യം? ആരോടായി പറയുന്നത്? വാപ്പ ഉമ്മ നിങ്ങളോടുള്ള ചോദ്യമാണ്. നിങ്ങളോട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. നിങ്ങളോടുള്ള കൽപ്പനയാണ്.
അൻഫുസക്കും നമ്മുടെ ശരീരം, വഹ്ലീക്കും നമ്മുടെ മക്കള്, നമ്മുടെ പേരമക്കള്, നമ്മുടെ മരുമക്കള്, നമ്മുടെ ജ്യേഷ്ഠാനുജന്റെ മക്കള്, നമ്മുടെ തറവാടിലുള്ള നമ്മുടെ കുടുംബക്കാരായ മക്കള്, അവരെ നിങ്ങളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ കേട്ടോ. എന്തേ കാരണം? ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്തെന്ന് അറിയൂ? റബ്ബറിന്റെ തടിയല്ല കേട്ടോ, കൽക്കരിയല്ല, ഡീസലോ പെട്രോളോ അല്ല. അന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലുകളെയുമാണ് കേട്ടോ, മനുഷ്യനെയും കല്ലുകളെയുമാണ്. ഈ മനുഷ്യനെ കത്തിക്കാൻ കല്ലുകളാണ്, കരിങ്കല്ലുകളാണ് അല്ലാഹ് നരകത്തിൽ ഉപയോഗിക്കുന്നത്. ശാസ്ത്രലോകം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരു കല്ല് കത്താൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. കേവലം ഒരു ചെറിയ കല്ല് കത്തണമെങ്കിൽ അവരുടെ ഒരു നിഗമനമാണ് 1,00,000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയ കല്ല് കത്തുകയുള്ളൂ കേട്ടോ. ഒരു നിഗമനം, ഒരു ചെറിയ തരിക്കല്ല് കത്താൻ 1,00,000 ഡിഗ്രി സെൽഷ്യസ്, 1,00,000 ഡിഗ്രി സെൽഷ്യസ് അതുണ്ടെങ്കിൽ ചെറിയ കല്ല് കത്തും. അപ്പൊ വലിയ കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി വേണം? എത്ര ഡിഗ്രി വേണം? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, കല്ലുകളാണ്, കല്ലുകൾ മനുഷ്യനെയും കല്ലുകളെയുമാണ് കത്തിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞും സുബഹി നിസ്കാരം കഴിഞ്ഞും 7 പ്രാവശ്യം നിങ്ങൾ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി പറയുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞും സുബഹി നിസ്കാരം കഴിഞ്ഞും 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. കുറഞ്ഞത് 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും തേടുവോ? നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ തേടിക്കോളി. നരകത്തെ കുറിച്ച് നമുക്കറിയാവോ? വല്ല പരിചയമുണ്ടോ? നരകം എന്തെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ഗൗരവം എന്തെന്ന് മനസ്സിലാകാത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പരിപാടി ഉണ്ടല്ലോ, പോരുവഴി വള്ളിത്തുണ്ടില്. നേരെ നരകത്തെ കുറിച്ച് പറയല്ലേ, എന്താണ് നരകം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ മലയാളി? നീ അതെന്തിനാണ് അതിനകത്തിരിക്കുന്നത്? മാർക്കം ചെയ്യാൻ പോകുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയവരെ എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാവങ്ങളെല്ലാം മാപ്പ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പരിലസിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാകട്ടെ. നമ്മുടെ ശിഷ്ട ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അവന്റെ തൃപ്തിയിലുമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നല്ലൊരു ദിവസത്തിൽ, നല്ല ഒരു രാവിൽ നല്ല വാക്കുച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആമീൻ പറഞ്ഞവർക്കെല്ലാം ആ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചെറുപ്പക്കാർ പരിപാടി 2-3 ദിവസമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. അവരൊരുപാട് നന്മകൾ ചെയ്യുന്ന കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ നാട്ടിൽ, ഈ പോരുവഴിയുടെ ഈ ഭാഗത്ത് അൽഹംദുലില്ലാഹ് പല ഭാഗങ്ങളിലും, നമ്മുടെ ചെറുമുതൽ ഇവിടെ നമ്മൾ ഈ വള്ളിത്തുണ്ടിൽ, നമ്മൾ ഈ പരിസരങ്ങളിലെല്ലാം അവരൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും നല്ല നിലയിൽ സഹകരിക്കുന്നു. ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരുപാട് സഹായങ്ങൾ നൽകുന്നവരാണ്. അതിൻ്റെയൊക്കെ ബർക്കത്ത് ഈ നാട്ടിൽ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതിൻ്റെ എല്ലാവിധ ബർക്കത്ത് കൊണ്ട് നാടിൻ്റെ ശിക്ഷകളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഇപ്പോൾ ഒരുപാട് കോവിഡൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ചെറിയ ഒരു ക്ഷീണം നമ്മളെ ബാധിച്ചുവെങ്കിലും വീണ്ടും അല്ലാഹു നമുക്ക്
പരിപൂർണമായിട്ട് അതിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ റിസ്ക് തേടാനുള്ള വഴി അള്ളാഹ് തുറന്നു തന്നിട്ടുണ്ട്. പലരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇതിന്റെയൊക്കെ കാരണം അള്ളാഹു നമുക്കിതിനുള്ള വഴി തുറന്നത് നമ്മുടെ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ടാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു 3 കാര്യങ്ങളാണ് ഈ ഖുർആനിലെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. 1 ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം, 2 നിസ്കാരം നിലനിർത്തുക, 3 നാം നൽകിയത് നിങ്ങൾ അല്ലാഹുക്ക് കൊടുക്കുക. അല്ലാഹു പറഞ്ഞ വാക്കതാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നൽകിയത് നിങ്ങൾ അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അള്ളാഹു വലിയ വിപത്തുകളിൽ നിന്ന് നമ്മളെ സഹായിക്കും, മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സഹായിക്കും. നമ്മളൊരു സദഖ നിയത്ത് ചെയ്യുമ്പോൾ, പടച്ചവനെ ക്യാൻസർ എന്ന രോഗം എന്റെ ശരീരത്തിന് വരരുത്, എന്റെ കുടുംബത്തിൽ ആർക്കും നീ അത് നൽകരുത് എന്ന നിയത്തോടു കൂടി ഒരു സദഖ നമ്മൾ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അത് അവനുണ്ടാവൂല. അവന്റെ സദഖ ഖാലിസ് ആണെങ്കിൽ അതുണ്ടാവൂല. അത് ഉറപ്പാണ്, യാതൊരു സംശയവും വേണം. അതിനാണ് ഏതൊരു നിയത്തും ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. നമ്മുടെ നിയത്ത് ക്ലിയർ ആയിരിക്കണം, അല്ല ചുമ്മാ പ്രശസ്തിക്കുന്നല്ല. എന്റെ നിയത്ത് കറക്റ്റ് ആണ്, ഇന്ന നിയത്തല്ലാണ് പടച്ചവനെ എന്റെ മകളുടെ കല്യാണം നടക്കണം, ഞാൻ അതിന് നിനക്ക് വേണ്ടി നിയത്ത് ചെയ്യാണിത് എന്ന നിയത്ത്. ആ നിയത്ത് നല്ലതെങ്കിലൊക്കെ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്നാണ് ബഹുമാനപ്പെട്ട തഴവ മർഹൂം മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർഖദഹു. അല്ലാഹു ഖബർ വിശാലപ്പെടുത്തുമാറാകട്ടെ. വലിയ മഹാനാണല്ലോ, നമുക്കറിയാമല്ലോ. ഇവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പാവങ്ങളെയും പൊരുത്തപ്പെട്ട് തരട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കങ്ങനല്ലേ, നല്ല നീയത്തോടു കൂടി നമ്മൾ ചെയ്യണം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആ അതൊരു നല്ല നീയത്താവുന്നില്ല, ചുമ്മാ ഇങ്ങനെ ദുആ ഇറക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ദുആ ഇറക്കണം. കുച്ചിപ്പിടി കേട്ടില്ലേ? ഇതന്നെ ദുആ, കുച്ചിപ്പിടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. സ്റ്റേജ് ഇരിക്കുന്നവരെല്ലാം അവന്റെ ഇവിടെ കൈവച്ചു ആമീൻ ആമീൻ ആമീൻ. എവിടെ കൊണ്ട് ദുആ സ്വീകരിക്കാനാണ്? ഇതിനൊരു മഹത്വം ഉണ്ടോ? ഇതിനൊരു മഹത്വം ഉണ്ടോ? ദുആക്കൊരു മഹത്വം ഇല്ലേ? അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുന്നൊരു മഹത്വം ഇല്ലേ? നമ്മളൊരു പണക്കാരുടെ അടുത്ത് പിരിവിന് പോകുമ്പോ ഇതോടെ കളിക്കുന്ന അത് തരുവോ? പട്ടി അഴിച്ചു വിടും. പിന്നെ അല്ലാതെ അസ്സലാമു അലൈക്കും എന്തുകൊണ്ട് വിശേഷം അങ്ങനല്ലേ? നമ്മളെ പരിപാടിയൊക്കെ അറിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് സ്വർണ്ണമൊക്കെ തന്ന അൽഹംദുലില്ലാഹ് സന്തോഷമായി. ഇവനെ പൊക്കി വാനോളം പൊക്കി 2 മൗലൂദെല്ലാം അവന്റെ പേർക്ക് ഓതി, ഒരു യാസീനൊക്കെ ഓതി വരുമ്പോഴത്തെ എഴുതിക്കോടാ 2 പോലും എഴുതിക്കോ. മാഷാ അല്ലാഹ്. ആ രീതിയിൽ നമ്മുടെ ചോദ്യം അങ്ങനെ ആയപ്പോൾ അവന്റെ മനസ്സലിഞ്ഞു. അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ അങ്ങനെ ചോദിക്കണം, ആ ഭവ്യതയോടെ, ആ വിഷമത്തോടെ. അൻതും മൂഖിനൂന ബിദ്ദുആ, ഇത് സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി നീ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ പടച്ചവൻ തരും, ഉറപ്പായിട്ട് തരും. നമ്മൾ ഇന്നൊരു നിസാരമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, കൊടുക്കുന്നത് ഒരു പ്രശസ്തിക്ക് വേണ്ടിയാവുന്നു. ഇഖ്ലാസോടെ ഈമാനോട് കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിൽ നമ്മളെ സഹായിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളൊക്കെ നിലനിൽക്കുന്നത് ദുആയുടെ ബർക്കത്താണ്. ഈ ഇൽമിന്റെ സദസ്സിലെ ദുആ ഉണ്ടല്ലോ, ഇതൊരു ചെറിയ ദുആ അല്ല, ഇത് വലിയ ബർക്കത്തുള്ള ദുആ. പല അത്ഭുത കറാമത്ത് സംഭവങ്ങളും ഈ വഅലിന്റെ ഇൽമിന്റെ സദസ്സിൽ വെച്ച് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയോ പേർക്ക് മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തു, എത്രയോ പേരുടെ ക്യാൻസർ മാറി, എത്രയോ പേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ജീവിതത്തിൽ ഒരു ഐശ്വര്യം നൽകി, എത്രയോ പേർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുത്തു. ഇതൊക്കെ ഒരു ദുആയുടെ ബർക്കത്താണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യണം. നിസ്കരിക്കുന്നത് ഇഖ്ലാസോടെ നിസ്കരിക്കണം, ഖുർആൻ ഓതുന്നത് ഇഖ്ലാസോടെ ഓതണം, വഅദ് പറയുന്നത് ഇഖ്ലാസോടെ വഅദ് പറയണം. ഏത് കാര്യങ്ങൾക്കും അങ്ങനെ ഒരു നിയ്യത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്ക്, അല്ലാഹു വിജയിപ്പിക്കും.